നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പുനരധിവാസം 750 കോടി പ്രഖ്യാപിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങളെ നിരാശയിലാക്കുന്ന ബഡ്ജറ്റെന്ന് K സുരേന്ദ്രൻ. സംസ്ഥാന ബഡ്ജറ്റിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 95.84 കോടി രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിലും വടക്കാഞ്ചേരിക്കുള്ള അവഗണന തുടരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പുനരധിവാസം 750 കോടി പ്രഖ്യാപിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. നാടിനെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ ബഡ്ജറ്റിൽ 750 കോടി രൂപ പ്രഖ്യാപിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. ആദ്യഘട്ട പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ആകെ 1202 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് സർക്കാർ കണക്കാക്കിയിരുന്നത്. കേന്ദ്ര ബജറ്റിൽ യാതൊരു പ്രഖ്യാപനം ഉണ്ടാക്കാത്ത പശ്ചാത്തലത്തിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി സംസ്ഥാന ബജറ്റിൽ എത്ര കോടി രൂപ നീക്കിവെക്കുമെന്നത് നിർണായകമായിരുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിടാൻ സർക്കാർ പ്രത്യേക കരുതൽ കാണിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ പ്രഖ്യാപിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും മേഖലയുടെ പുനർനിർമ്മാണത്തിനും 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നതാണ് സർക്കാർ കണക്കാക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേരളത്തോട് കേന്ദ്രം കാണിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ധനമന്ത്രി പറഞ്ഞു. കേരളം സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു. കേരളം ടേക്ക് ഓഫിന് തയ്യാറാണ്. കേരളം അതിവേഗം വളർച്ചാ പാതയിലാണെന്നും കേരളം സമ്പദ്ഘടനയും അതിവേഗ വളർച്ചയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. പശ്ചാത്തല മേഖലയിലെ പുരോഗതി തടസ്സപ്പെടുത്തരുതെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർവീസ് പെൻഷനുകാരുടെ 600 കോടി കുടിശ്ശിക ഉടൻ നൽകും. പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിടാൻ പ്രത്യേക ഊന്നൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കടമെടുക്കാനുള്ള സർക്കാരിന്റെ ആവശ്യത്തെയും കേന്ദ്രം ബുദ്ധിമുട്ടിച്ചു. കിഫ്ബി ഉൾപ്പെടെയുള്ള പൊതുകടത്തിന്റെ പരിധിയിലാക്കി സംസ്ഥാനങ്ങൾക്കുള്ള കടമെടുപ്പ് പരിധി ഉയർത്തുന്നില്ല. കേരളത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു. ഇതിൽ കൂടുതൽ വെട്ടിക്കുറവ് ഒരു സംസ്ഥാനത്തോടും ചെയ്യാനില്ല. കേരളത്തിന്റെ ഭരണഘടനാപരമായ അവകാശത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നുവെന്നും ജനങ്ങളെ നിരാശയിലാക്കുന്ന ബഡ്ജറ്റെന്ന് K സുരേന്ദ്രൻ. ജനങ്ങളെ നിരാശയിലാക്കുന്ന ബജറ്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഒന്നുമില്ല. മൈതാനത്തെ പ്രസംഗം പോലെയുള്ള ബഡ്ജറ്റ്. ഒരു മുന്നൊരുക്കവും നടത്താതെയുള്ള ബഡ്ജറ്റ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒന്നുമില്ല. കാർഷിക മേഖലയ്ക്ക് ഒന്നുമില്ല. പ്രവാസിയുടെ ഉന്നമനത്തിന് ഒന്നുമില്ല. ടൂറിസത്തിനൊന്നുമില്ല. കേരളത്തിന്റെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര അവഗണനയെന്ന് മാത്രമാണ് ധനമന്ത്രി പറയുന്നത്. കാപട്യം നിറഞ്ഞ ബഡ്ജറ്റ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബഡ്ജറ്റ്, സർക്കാരിന്റെ മിസ്മാനേജ്മെന്റാണ് ഇതിൽ കാരണമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ധനമന്ത്രി ഇപ്പോഴും 10ാം ധനകാര്യ കമ്മീഷന്റെ കാര്യമാണ് പറയുന്നത്. കേന്ദ്രത്തെ വിമർശിക്കുമ്പോഴും ബജറ്റിൽ പറയുന്നത് അത്രയും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെ കുറിച്ച്. കേന്ദ്രം നൽകിയ തുകയിൽ ചെറിയ തുക മാത്രം സംസ്ഥാനം കൂട്ടിയാണ് അവതരിപ്പിക്കുന്നതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ ഫലമാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി. അത് കേന്ദ്രത്തിന്റെ തലയിൽ ചാരേണ്ടെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ബഡ്ജറ്റിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 95.84 കോടി രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA. 2025-2026 സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 95.84 കോടി രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. മണ്ഡലത്തിലെ 77.5 കോടി രൂപയുടെ മറ്റ് പദ്ധതികൾ കൂടി ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കില മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, ആരോഗ്യശാസ്ത്ര സർവകലാശാല എന്നിവയ്ക്കായി അനുവദിച്ച തുകയ്ക്ക് പുറമെയാണിത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിലും വടക്കാഞ്ചേരിക്കുള്ള അവഗണന തുടരുന്നു.
രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമഗ്ര ബജറ്റിലും വടക്കാഞ്ചേരിയോടുള്ള അവഗണന തുടരുന്നു. 2025-26 വർഷത്തെ ബഡ്ജറ്റിൽ വടക്കാഞ്ചേരിയുടെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് പദ്ധതിക്ക് ₹1 പോലും വകയിരുത്തിയിട്ടില്ല. വടക്കാഞ്ചേരിയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ബൈപ്പാസ് ഇല്ലാത്തതുമൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയാണ്. ബൈപ്പാസ് നിർമ്മാണം വൈകുന്നത് വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നു. വടക്കാഞ്ചേരി ബൈപ്പാസിന് പുറമെ മാരാത്തുകുന്ന്, എങ്കക്കാട് മേൽപ്പാലങ്ങൾ, വാഴാനി, ചെപ്പാറ, പൂമല ടൂറിസം കോറിഡോർ, വിലങ്ങൻകുന്ന് വികസനം, കോൾ നിലങ്ങളിലെ ജലസേചന സൗകര്യങ്ങൾ, റോഡുകൾ, സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ മറ്റ് പ്രധാന ആവശ്യങ്ങളും ബഡ്ജറ്റിൽ പരിഗണിച്ചിട്ടില്ല. തൃശൂർ മെഡിക്കൽ കോളേജിന് നാമമാത്രമായ തുക മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നത്. ക്യാൻസർ ഹോസ്പിറ്റലിന്റെ RCC മോഡൽ വികസനത്തെക്കുറിച്ചും യാതൊരു പ്രഖ്യാപനവുമില്ല. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ കാര്യവും വ്യത്യസ്തമല്ല. വർഷങ്ങളായി കേൾക്കുന്ന കുമ്പളങ്ങാട് വ്യവസായ എസ്റ്റേറ്റിനും ബഡ്ജറ്റിൽ സ്ഥാനമില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയിൽ നിന്ന് പ്രഖ്യാപിച്ച 100 കോടിയുടെ പദ്ധതിയും ഇതുവരെയും നടപ്പിലായിട്ടില്ല. വടക്കാഞ്ചേരി പുഴ പദ്ധതിക്ക് കൂടുതൽ പണമില്ലാത്തതിനാൽ ടെൻഡർ ചെയ്ത പദ്ധതികളുടെ നിർമ്മാണം സ്തംഭിച്ചിരിക്കുകയാണ്. പ്രളയ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക പാക്കേജുകളൊന്നും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള നാമമാത്ര വികസനം മാത്രമാണ് വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന തലത്തിൽ വടക്കാഞ്ചേരിയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പദ്ധതികൾ നേടിയെടുക്കുന്നതിൽ MLA പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വടക്കാഞ്ചേരിയെ അവഗണിച്ചതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായി DCC സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വടക്കാഞ്ചേരിയുടെ വികസനത്തിനുള്ള പദ്ധതികൾക്ക് സർക്കാർ അടിയന്തരമായി പരിഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ് വടക്കാഞ്ചേരി ജനങ്ങൾ കാത്തിരുന്നത്. കാരണം നവകേരള സദസ്സ് മെഡിക്കൽ കോളേജിനകത്ത് നടക്കുമ്പോൾ വടക്കാഞ്ചേരിയിലെ ആളുകൾ, നിരവധി സംഘടനകൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ വടക്കാഞ്ചേരിയെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും സ്വപ്ന പദ്ധതിയായ ബൈപ്പാസ്, ആ ബൈപ്പാസ് പദ്ധതി ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി വന്നിട്ടില്ല. അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുടെ 2 മേൽപ്പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ, എങ്കക്കാടും മാരാത്തൊന്നും പദ്ധതിയുടെ ഭാഗമായിട്ടില്ല. വടക്കാഞ്ചേരി പുഴ 10 കോടി അനുവദിച്ചു, ടെൻഡർ ചെയ്തു, പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പാതി വഴി നിൽക്കുകയാണ്. അത് പ്രളയത്തെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാൻ ഒരു 50 കോടി രൂപയെങ്കിലും വേണം. അത് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി അത്രയും പണം അനുവദിക്കും എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ₹1 പോലും അനുവദിച്ചില്ല. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിലവിലുള്ളത് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജ് വടക്കാഞ്ചേരിക്കില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, വാഴാനി, ചെപ്പാറ, പൂമല ടൂറിസം കോറിഡോർ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. വാഴാനി സ്പിന്നിങ് മില്ല് 100-300 ആൾ ജോലി ചെയ്തിരുന്ന ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് അത് നന്നാക്കാൻ പോലുമുള്ള സംഖ്യ ബഡ്ജറ്റിലില്ല. അതുപോലെ തന്നെ അത്താണി, വേളക്കോട് വ്യവസായ എസ്റ്റേറ്റുകളുടെ വികസനം, അതിന് പൈസ മാറ്റി വെച്ചിട്ടില്ല. കുമ്പളങ്ങാട് ഒരു വ്യവസായ എസ്റ്റേറ്റ് ആരംഭിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ അതും ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നമ്മുടെ കോൾ മേഖലയുടെ വികസനത്തിന്, ടൂറിസം വികസനത്തിനും കാർഷിക വികസനത്തിനും ജലസേചന സൗകര്യങ്ങൾ ഒരുക്കാനും വലിയ ഫണ്ട് മാറ്റിവെക്കുമെന്ന് MLA പ്രഖ്യാപിച്ചിരുന്നു, ഉണ്ടായില്ല. വിലങ്ങൻകുന്ന് ടൂറിസവുമായി ബന്ധപ്പെട്ട് നയാ പൈസ ഈ ബഡ്ജറ്റിലില്ല. അതുപോലെ തന്നെ ഓരോ ലൈഫ് പദ്ധതി, ഫ്ലാറ്റ് 1 കൊല്ലം കൊണ്ട് നിർമ്മിച്ച് ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു, അതും ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി വടക്കാഞ്ചേരി ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ 9ാം വർഷം പൂർത്തിയാക്കുമ്പോൾ അവസാനത്തെ സമഗ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കോടിക്കണക്കിനുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ജില്ലാ ആശുപത്രിയുടെ വികസനം, മെഡിക്കൽ കോളേജിൻ്റെ വികസനം, ഓരോ മേഖലയും എടുത്താൽ കോടിക്കണക്കിന് വികസനം പ്രതീക്ഷിച്ച നമുക്ക് കിട്ടിയത് നിരാശ മാത്രമാണ്. തീർച്ചയായിട്ടും ഇത് വടക്കാഞ്ചേരി MLAയുടെ കഴിവുകേട് കൂടിയാണ്. സംസ്ഥാന ഭരണവും ജില്ലാ പഞ്ചായത്തും നഗരസഭകളും പഞ്ചായത്തുകളും ഒക്കെ ഉണ്ടായിട്ട് ഇനിയിപ്പോൾ കേന്ദ്രഭരണം മാത്രമേ ഇവർക്ക് ലഭിക്കാത്തുള്ളൂ. എന്നാൽ MP അവരുടെയാണ്. വടക്കാഞ്ചേരിയെ സ്വർഗതുല്യമാക്കി മാറ്റാൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന അധികാരം കയ്യിലുണ്ടായിട്ട് വടക്കാഞ്ചേരിക്കാരുടെ സ്വപ്ന പദ്ധതികളിൽ
ഒന്നുപോലും നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ബഡ്ജറ്റിലെങ്കിലും കൊണ്ടുവരാൻ MLAക്ക് കഴിഞ്ഞില്ല. അത് MLAയുടെ കഴിവുകേടാണ്. കോൺഗ്രസ് പാർട്ടി അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഞങ്ങൾ നാളെ മുതൽ ഇതിനെതിരായ ശക്തമായ പ്രചരണം ഏറ്റെടുക്കും. വടക്കാഞ്ചേരി MLA ഫണ്ട് വീതിച്ചു കൊടുക്കാൻ ഒരു LD ക്ലർക്ക് മതി, അതിനൊരു MLAയുടെ ആവശ്യമില്ല. അതുമാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഈ ബഡ്ജറ്റിൽ വടക്കാഞ്ചേരിയെ അവഗണിച്ച് ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിനെതിരെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ധനകാര്യമന്ത്രിയുടെ പ്ലാൻ B എന്നത് പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ്. 15,000 കോടി രൂപയുടെ പദ്ധതികളാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത്. നിയമസഭ ചെലവാക്കാൻ അനുമതി നൽകിയ പണം നിയമം ലംഘിച്ചുകൊണ്ടാണ് പദ്ധതികൾ വെട്ടിക്കുറച്ചത്. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഗവൺമെന്റ് ചെയ്തത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിച്ചുരുക്കിയത് കൂടാതെ പട്ടികജാതി വർഗ പദ്ധതിയിലും വ്യാപകമായി വെട്ടിക്കുറക്കലുകൾ നടത്തിയിട്ടുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടു കൂടിയാണ് ധനമന്ത്രി സംസാരിച്ചതെന്നും എന്നാൽ വാസ്തവം അതല്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. പല പദ്ധതികൾക്കും ബാധ്യത വരുത്തിയിട്ടുണ്ട്. ആ കടബാധ്യത പോലും തീർക്കാനുള്ള വിഹിതം പോലും ബജറ്റിലില്ല. കൃത്യമായ രീതിയിൽ പോലുമല്ല ബജറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത്. സമയത്തും യാഥാർത്ഥ്യ ബോധ്യമില്ലാത്ത ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സപ്ലൈകോയ്ക്ക് 700 കോടി രൂപ നിലവിൽ കടമുണ്ട്. അതിനുള്ള പൈസ മാത്രമേ ബജറ്റിലുള്ളൂ. ബാധ്യത തീർക്കാനുള്ള പണം പോലും വെച്ചിട്ടില്ല. ഭൂനികുതിയിൽ വൻ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. ഭീകരമായ വർധനവാണ് ഭൂനികുതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഭൂനികുതി വർധനവിൽ പ്രതിഷേധമുണ്ട്. അതിനെതിരെ സമരപരിപാടികൾ ആലോചിക്കും. നികുതി പിരിവിലും പരാജയമാണ്. ഇടതു ഭരണം കേരളത്തെ 20 വർഷം പിന്നോട്ട് കൊണ്ടുപോയി. സംസ്ഥാനത്ത് ജനന നിരക്ക് കുറയുന്നു. ചെറുപ്പക്കാരുടെ സംഘം വിദേശത്തേക്ക് പോകുന്നു. സർക്കാർ കേരളത്തെ ദുരന്തത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിവിടുകയാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഒരിടവേള. പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. വാർത്തകൾ തുടരുന്നു. സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ DYFI പ്രവർത്തകർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ DYFI പ്രവർത്തകർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. CSR ഫണ്ടിന്റെ പേരിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന്റെ വടക്കാഞ്ചേരിയിലെ നഗരസഭാ കൗൺസിലർ അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് DYFI പ്രവർത്തകർ ഓട്ടുപാറയിലെ സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ, ട്രഷറർ AD അജി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി NN സുകന്യ, വൈസ് പ്രസിഡന്റ് AS സുബിൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് എന്നിവരാണ് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയത്. നഗരസഭാ കൗൺസിലർ AD അജി അടക്കം 7 പേർക്കെതിരാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ കാൽനാട്ടൽ കർമ്മം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ കാൽനാട്ടൽ കർമ്മം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നമ്മുടെ എക്സിബിഷന്റെ നടത്തിപ്പുകാരാണ്. അതുപോലെ തന്നെ വടക്കാഞ്ചേരിയുടെ ഒരു പരിച്ഛേദമാണ്. ഗംഭീരമായി നമുക്ക് ഇത്തവണത്തെ പൂരവും എക്സിബിഷനും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട
ഒരു ഹബ്ബായി വ്യത്യസ്ത നിലയിൽ ഇപ്പോൾ നമ്മുടെ ഉത്രാളിക്കാവ് പൂരവും മച്ചാട് മാമാങ്കവും കുറ്റിയാങ്കാവ് വേലയും ഒക്കെ ഇതുമായി ചേർത്ത് പിടിച്ച കഴിഞ്ഞ തവണ ക്രിസ്തുമസിന് നടത്തിയ പിന്നെ നമ്മുടെ അന്നത്താലെ പ്രോഗ്രാമും എല്ലാം ചേർന്ന് സൗഹാർദ്ദത്തിൻ്റെ അതുപോലെ തന്നെ മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിൻ്റെ ഒക്കെ തന്നെ കേന്ദ്രമായി നമുക്ക് ഇത്തരം എല്ലാ ആഘോഷങ്ങളെയും ഒത്തൊരുമിച്ച് മാറ്റി തീർക്കാം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എക്സിബിഷൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് എല്ലാവരുടെ ഒത്തൊരുമിച്ച് നമുക്ക് ഈ കാൽനാട്ടാം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, കൗൺസിലർ SAA ആസാദ്, ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി വിഭാഗം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് AK സതീഷ് കുമാർ, എങ്കക്കാട് വിഭാഗം പ്രസിഡന്റ് TP ഗിരീശൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, PG ജയദീപ്, NK പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. വള്ളക്കുളം നാരായണൻകുട്ടി എന്ന ആനയാണ് പാപ്പാൻ കുഞ്ഞുമോനെ കുത്തിക്കൊന്നത്. ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. കൂറ്റനാട് ഗുഹാതാക്കളുടെ മഖാബിൽ നടന്നുവരുന്ന ആണ്ടുനേർച്ചയുടെ ഭാഗമായുള്ള ദേശോത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത്. പരിസര പ്രദേശത്തുള്ള 28 ടീമുകളിൽ നിന്നായി 47 ആനകൾ നഗരപ്രദക്ഷിണത്തിനായി ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇത് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് വള്ളക്കുളം നാരായണൻകുട്ടി എന്ന ആന ഇടഞ്ഞത്. കുത്തേറ്റ കുഞ്ഞുമോനെ കുന്നംകുളത്തെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ പോകുന്ന വഴി മരണം സംഭവിച്ചു. കൂറ്റനാട് നേർച്ചയിലെ വട്ടപ്പുറമ്പൻസ് എന്ന ടീമിന്റെ ആനയാണ് ഇടഞ്ഞത്. ആനയെ തളച്ച ശേഷം ഇവിടെ നിന്നും കൊണ്ടുപോയി. മച്ചാട് ഗവൺമെന്റ് LP സ്കൂളിൽ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. മച്ചാട് ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VC സജീന്ദ്രൻ, OSA സെക്രട്ടറി KN രാജൻ, PTA പ്രസിഡന്റ് TR ദിനേശ് കുമാർ, അധ്യാപകരായ ഹെമി സേവ്യർ, പോൾ CU പോൾ, വിരമിക്കുന്ന അധ്യാപകരായ ഷൈനി ജോസഫ്, NP മാലിനി, KB ശ്രീമതി, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KK ഷീന, PTA പ്രസിഡന്റ് ശ്രീലത സന്ദീപ്, സ്കൂൾ ലീഡർ CR ആദില നസ്രീൻ, SRG കൺവീനർ CR ഉദിത് രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാരതീയം, വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. We hope to entertain you, make you happy, come what may. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഭരണിവേല ഭക്തിസാന്ദ്രമായി. മുണ്ടത്തിക്കോട് പാതിരാക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഭരണിവേലയുടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ആസ്വാദക കാഴ്ചകളൊരുക്കി തെയ്യക്കോലങ്ങൾ. രണ്ട് വിഭാഗം നടത്തിയ തെയ്യവും ശിങ്കാരിമേളവും കാണികൾക്ക് മതിമറ കാഴ്ചകളായി. ക്ഷേത്രനടയിൽ ഹരിജൻ വേല, പൂതൻ, നായാടി, കാളകളി എന്നിവയ്ക്ക് ശേഷമാണ് തെയ്യങ്ങൾ നിറഞ്ഞാടിയത്. വെളുപ്പാൻകാലത്തെ കൂട്ടിയെഴുന്നള്ളിപ്പിന് മുൻപേ നടന്ന കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ വിസ്മയ കാഴ്ചകളായി. പാതിരാക്കോട്ടുകാവ്, കുറ്റിയങ്കാവ് കോമരങ്ങൾ പങ്കുചേർന്ന് ഭക്തർക്ക് കൽപ്പന കൊടുത്തു. ദേവസ്വം തിടമ്പേറ്റിയ കൊമ്പൻ കൊടിമരം വിളക്കിയ കാഴ്ച ഭക്തജനങ്ങൾക്ക് ഹൃദയഭേദകമായിരുന്നു. വൈകിട്ട് ക്ഷേത്രപ്പറമ്പിൽ കുടികൊള്ളുന്ന പഴയ കോമരത്തിന്റെ സ്മാരകത്തിൽ കലശം നടത്തിയതോടെ ഭരണിവേലയ്ക്ക് സമാപനമായി. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസം
750 കോടി പ്രഖ്യാപിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങളെ നിരാശയിലാക്കുന്ന ബഡ്ജറ്റ് എന്ന് കെ സുരേന്ദ്രൻ. സംസ്ഥാന ബഡ്ജറ്റിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 95.84 കോടി രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിലും വടക്കാഞ്ചേരിക്കുള്ള അവഗണന തുടരുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.